നാരായണ 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 നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മന്ദാന്തോളിതഹേമകുണ്ടലമണിം ശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജം അംബരനദീനാഥം രമാവല്ലഭം. ശ്രീ അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശരണം, ശ്രീ അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശരണം, ശ്രീ പാർത്ഥസാരഥേ ശരണം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ആരൂഢപ്രൗഢവേഗപ്രവചിതപവനം തുംഗതുംഗം തുരംഗം നീലം ചേലം വസാനകരതലവിലസൽ ചണ്ഡകോദണ്ഡകാന്ത രാഗദ്വേഷാദിനാനാവിധമൃഗപടലഭീതികൾ ഭൂതഭർത്ത കുറുവന്നാഖേളലീലാംബരിലസതുമനക്കാനനേ മാമകീനേ സ്വാമിയേ ശരണമയ്യപ്പ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷമസ്വ ശിവ ശിവകരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. ഹരഹര നമ പാർവതീപദേ ഹര ഹര മഹാദേവ. കാരുണ്യാമൃതവാരിധിം കരലസൽഗോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരിമിഹിരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസ്സുതേനലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അനന്യത്രാണൈകപ്രവണഹൃദേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമത്സര്യാദ്യാനുപമനോരോഗശമനപ്രവീണാം വാണീം സർപ്രകരപരമഹ്ലാദജനനീം ശ്രീജഗദംബികായേ നമഃ. ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഹരഹരോ ഹരഹര ശ്രീ മഹാഗണപതേ നമഃ. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വിലയം പ്രാപിച്ച ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ തിരുമേനിയുടെയും മള്ളിയൂർ ഗണപതി ഭഗവാന്റെയും അനുസ്മരിച്ചുകൊണ്ടും ആരംഭിക്കാം. ഭഗവാന്റെ പാദാദി കേശസ്തുതി നമുക്കൊന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ. തിരുമൂടി നന്നായി മുറുക്കി കെട്ടിയും മയിൽപീലി അതിൽ തിരുകിയും
അളകങ്ങൾ ചിന്നും തിരുനെറ്റി തന്നിൽ തെളിവേറും ഗോപിക്കുറിയോടും ചടുലമാം ചില്ലിയുകള ഭംഗിയും കടക്കൺ കണ്ണിലെ കരുണയും മകരകുണ്ടലമിളകുമ്പോൾ മിൻ തിളങ്ങുന്ന ഗണ്ഡസ്ഥലങ്ങളും ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തിലസൂമം തോറ്റങ്ങൊഴിയും നാസയും തൊടുതൂടെയുള്ളോരധരവും ഗളതലം തന്നിൽ വിളങ്ങും കൗസ്തുഭം പുലിനഖമണി മോതിരം ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തുളസിയും നല്ല തളിരുകളുമായി ഇടചേർന്ന വനമാലയും കരങ്ങൾ രണ്ടിരും തളിവളയിട്ടും ഇടയ്ക്കുയിടെയൂതും കുഴലുമായി തിരുമാറിൽ നല്ലോരടയാളമായി വിളങ്ങുന്ന നൽ ശ്രീവത്സവും അഴകേറും തിരൂദരവും മീതെ വിലസുന്ന രോമാവലിയോടും ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ അരയിൽ മഞ്ഞപ്പട്ടുടയാട് ചാർത്തി അതിൻ മീതെ നൽപ്പൊന്നരഞ്ഞാണം കിലുകിലുങ്ങുന്ന കനകക്കിങ്ങിണി അണിഞ്ഞു കാണേണം ഭഗവാനെ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ കളിയാടിക്കൊണ്ടു വിളയാടിയിടുന്നോരിടയപ്പൈതലെ കാണേണം കടൽ വർണ്ണ നിന്നെ കണി കണ്ടിടുവാൻ കരുണയേകണേ ഭഗവാനേ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഭഗവത് ഭക്തന്മാർക്കും നമസ്കാരം. വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ സൂത ശൗനക സംവാദത്തിലൂടെ വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതം നിർമ്മിക്കാനുണ്ടായ സാഹചര്യം ആദ്യം വ്യക്തമാക്കി. കലിയുഗത്തിലെ പ്രായേണ അല്പായുസുക്കളും മന്ദഭാഗ്യരുമായിട്ടുള്ള മനുഷ്യരെ ഈശ്വരപ്രാപ്തിക്ക് യോഗ്യരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് കരുണാപരനായ ഋഷി ഇങ്ങനെ ഒരു പരമഹംസ സംഹിതയെ നിർമ്മിച്ചത്. കൗരവപക്ഷക്കാരനായിരുന്ന അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്ര തേജസ്സിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയ പാണ്ഡവകുലജാതനായ പരീക്ഷിത് മഹാരാജാവിന്
തക്ഷകദംശനത്താൽ മരണം സംഭവിക്കുമെന്ന് ബ്രാഹ്മണ ശാപം ഉണ്ടായി. ഈ ശാപത്തെ ഒരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഇനി 7 ദിവസം മാത്രം ജീവിതം ബാക്കി ഉണ്ടെന്നുള്ളതുകൊണ്ട് ഗംഗാതീരത്ത് അനേകമനേകം ബ്രഹ്മർഷിമാരുടെയും രാജർഷിമാരുടെയും ദേവർഷിമാരുടെയും സഭയിൽ പ്രായോപവേശം ചെയ്യുവാൻ തയ്യാറായി ഇരിക്കുന്ന പരീക്ഷത്തിൻ്റെ മുൻപിൽ വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള വ്യാസപുത്രൻ ശ്രീശുക ബ്രഹ്മർഷി ആഗതനായി. ശ്രീശുകനെ ആചാരോപചാരങ്ങളോടെ സ്വീകരിച്ച് ആസനം നൽകിയിരുത്തി രാജാവ് തൻ്റെ മനോഗതം അറിയിച്ചു. അത പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമങ്കുരും പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ്യ സർവഥാ. അല്ലയോ, യോഗികളിൽ വെച്ച് പരമഗുരുവായി കണക്കാക്കാവുന്ന അത്യുത്കൃഷ്ടനായ അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്. എന്താണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്? എല്ലാവർക്കും സാധാരണ ചോദിക്കാവുന്ന ഒരു ചോദ്യം. മരണം അടുത്തിരിക്കുന്ന ഒരാൾ സർവാത്മന ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? മരണം അടുത്തിരിക്കുന്നത് എപ്പോഴാണെന്ന് പരീക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റത്തില്ല. മരണം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു സംശയമാണ്, എന്താണ് മരണമെടുത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്? അത് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്. യസ്രോതവ്യമധോ ജപ്യം യൽ കർത്തവ്യം നിഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാവിവര്യം. ഏ ഭഗവൻ, മനുഷ്യരാൽ ശ്രവിക്കപ്പെടുവാൻ യോഗ്യമായതും ജപിക്കപ്പെടുവാൻ യോഗ്യമായതും ചെയ്യപ്പെടുവാൻ യോഗ്യമായതും സ്മരിക്കപ്പെടുവാൻ യോഗ്യമായതും ഭജിക്കപ്പെടുവാൻ യോഗ്യമായതും ഇതിന് വിപരീതമായ യാതൊന്ന് ഉണ്ടോ അതും അങ്ങ് അരുളി ചെയ്താലും. ഇതാണ് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിച്ചത്. ബാദരായണീപുത്രനായ ശ്രീശുകന് രാജാവിൻ്റെ ഈ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. ഹേ രാജാവേ, മനുഷ്യർ കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും നിതിന്യാസം ചെയ്യേണ്ടതും പരമതത്വത്തെക്കുറിച്ച് അങ്ങ് ഉന്നയിച്ച ഈ ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ലോകഹിതവും ആത്മാവിനെ അറിഞ്ഞവർക്ക് സമ്മതവുമാകുന്നു. ജനങ്ങൾ ഉണ്ടും ഉറങ്ങിയും കുടുംബഭരണം നടത്തിയും ഭോഗസുഖങ്ങൾ അനുഭവിച്ച് ആയുസ്സിനെ പാഴാക്കുന്നു. സാധാരണ മൃഗങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആഹാരം കഴിക്കുക, സ്ത്രീ സുഖം അനുഭവിക്കുക, ഉറങ്ങുക. തൻ്റെ ശരീരം, ഭാര്യ, മക്കൾ, ധനം എന്നിവ എന്നും നിലനിൽക്കുന്നതല്ല എന്ന സത്യം തൻ്റെ മാതാപിതാക്കളുടെയും ബന്ധുജനങ്ങളുടെയും മറ്റും മരണം കണ്ടിട്ടും ഇക്കൂട്ടർക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ചിലർ ആക്സിഡൻറ്റിൽ മരിച്ചു പോകും, ചിലർ പ്രായമായി മരിച്ചു പോകും, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോകും. എനിക്ക് മരണമില്ല, അവർ മരിച്ചു പോകും, അത് സ്വാഭാവികം, കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് അവിടം കൊണ്ട് അവസാനിക്കും. അപ്പോഴും എന്താണ് മരണം? തനിക്കും മരണം ഒരു ദിവസം വരും. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കരണീയമായിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി സാധാരണ മനുഷ്യർക്ക് ചിന്തകളില്ല. ഏതാവാൻ സാംഖ്യയോഗാഭ്യാം സ്വധർമ്മപരിനിഷ്ഠയാ ജന്മലാഭപരപുംസാം അന്തേ നാരായണ സ്മൃതി. അതാണ് വേണ്ടത്. അന്ത്യകാലത്തിൽ നാരായണനെ സ്മൃതി ഉണ്ടാവണം. അത് എളുപ്പമൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല. അന്ത്യകാലത്തിൽ നാരായണനെ സ്മരിക്കണമെങ്കിൽ, ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ ഓർമ്മിക്കണമെങ്കിൽ, അതിനെ സ്മരിക്കണമെങ്കിൽ, ആ നാരായണമൂർത്തിയുടെ രൂപം മനസ്സിൽ തെളിയണമെന്നുണ്ടെങ്കിൽ ആകുന്ന കാലത്ത് ആ നാരായണനാമം, ആ നാരായണനെ പറ്റിയുള്ള കഥകൾ കേൾക്കുകയും നാരായണനാമം ജപിക്കുകയും വേണം. സാംഖ്യം, യോഗം ഇവ കൊണ്ടും സ്വധർമാചരണം കൊണ്ടും പുമാന്മാർക്ക് അന്ത്യകാലത്ത് നാരായണ സ്മൃതി ഉണ്ടാവുക എന്നതാണ്
ശ്രേഷ്ഠമായ ഈ ജന്മം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള ലാഭം. അപ്പം നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ആരോഗ്യമുള്ള കാലത്ത് ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യും. ധനം സമ്പാദിക്കാനായി നടക്കും, പുത്രമിത്രാദികളെയൊക്കെ പോഷിപ്പിക്കുവാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ പേര് സമ്പാദിക്കുവാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അവസാന കാലമാകുമ്പോഴേക്കും കൂട്ടത്തിൽ ഉള്ള ബന്ധുജനങ്ങളും മറ്റുള്ളവരും പോലും കൈയൊഴിയുന്ന ഒരവസ്ഥ വരുമ്പോൾ അന്നും എപ്പോഴും എന്നും കൂട്ടിനുണ്ടായിരുന്നത് ആ സാക്ഷാൽ ഭഗവാൻ മാത്രമായിരിക്കും എന്നുള്ള ആ വിചാരം ഉണ്ടാവണം. അപ്പം അന്ത്യകാലത്തിൽ നാരായണ സ്മൃതി ഉണ്ടാവണം. അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഹരികീർത്തനം തന്നെയാണ് ഉത്തമ ശ്രേയസ്സിനുള്ള സാധനം. ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം അധീതവാൻ ദൗവരാദോ പിതൃദ്വൈവായനാദഹം. വേദതുല്യമായ ഈ ഭാഗവതെന്ന നാമപുരാണം ദ്വാപരയുഗാന്ത്യത്തിൽ എൻ്റെ പിതാവായ വ്യാസമുനിയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. അങ്ങയ്ക്ക് ഞാൻ ഈ ഭാഗവതത്തെ ഉപദേശിക്കാം. ഇഹലോക വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവർക്കും വിരക്തന്മാർക്കും യോഗികൾക്കും സകല ഭയങ്ങളും തീർത്ത് പരമപദത്തെ കൊടുക്കുന്നതിന് ഹരിനാമകീർത്തനം ഒന്നു മാത്രം മതിയാകുന്നതാണ്. അനേക കാലം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? കൊക്കിക്കുരച്ച് 100ഉം 120ഉം വർഷം ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? പരമശ്രേയസ് ലഭിക്കുവാൻ അല്പകാലം കൊണ്ട് സാധിക്കും എന്ന് ഖട്വാങ്കൻ എന്ന രാജർഷി തൻ്റെ ജീവിതത്തിലെ കൂടെ വ്യക്തമാക്കി. ഒരു മുഹൂർത്തം മാത്രം, സമയം മാത്രം തനിക്കിനി ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖട്വാങ്കൻ ദേവലോകത്ത് നിന്ന് ഭൂമിയിലെത്തി ഭഗവാനെ പ്രാപിച്ച് മോക്ഷം നേടി. അപ്പം ഭഗവത് പ്രാപ്തിക്ക് അധിക സമയമൊന്നും വേണ്ട. അതിന് ആ സമയത്ത് അത് തോന്നണം. അതിന് പൂർവജന്മ അർജിതമായിട്ടുള്ള ശ്രേയസ് ഉണ്ടായിരിക്കണം. പൂർവജന്മങ്ങളിൽ അനുഷ്ഠിച്ചിട്ടുള്ള ആ ഭഗവത് ധർമ്മങ്ങൾ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴാണെങ്കിലും ഭഗവാനെ പെട്ടെന്ന് സ്മരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് അല്ലയോ പരീക്ഷിത് മഹാരാജൻ, അങ്ങയ്ക്ക് 7 ദിവസം ആയുസ്സുണ്ടല്ലോ. അങ്ങയ്ക്ക് പരലോകപ്രാപ്തിക്കുള്ള സാധനത്തെ സമ്പാദിക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അങ്ങയ്ക്ക് 7 ദിവസം ഉണ്ടല്ലോ. അങ്ങനെ ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ ശ്രീശുഖബ്രഹ്മർഷി ആ പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആദ്യമായി വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റുള്ളവരോട് തോന്നുന്ന ആ വൈരാഗ്യം, വിദ്വേഷം, അതിന് അർത്ഥമല്ല. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഭോഗസുഖങ്ങളിലുള്ള വിരക്തി, ഭൗതിക സുഖസൗകര്യങ്ങളിലുള്ള വിരക്തി, അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വൈരാഗ്യം ഉണ്ടാകുവാനായി എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അഷ്ടാംഗയോഗം ശീലിക്കണം. എന്താണ് അഷ്ടാംഗയോഗം? അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ അത് 8 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, സമാധി. അങ്ങനെ യമ നിയമങ്ങളിലൂടെ, അതായത് ആഭ്യന്തരശുദ്ധിയും ബാഹ്യശുദ്ധിയും ഉണ്ടാകണം. ആഭ്യന്തരശുദ്ധി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കലികൽമഷങ്ങളെ നീക്കി എല്ലാവരോടും ആ സമദൃക്കായിട്ട് പെരുമാറാനുള്ള ആ ഒരു മനസ്സ്, അതാണ് ആഭ്യന്തരശുദ്ധി. പിന്നെ ബാഹ്യശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചളി, അഴുക്ക് മുഴുവനെല്ലാം കഴിച്ച് കൈ എല്ലാം ശുദ്ധമാക്കുന്ന ആ ബാഹ്യശുദ്ധി. അങ്ങനെ ആഭ്യന്തരശുദ്ധിയും ബാഹ്യശുദ്ധിയും നേടിയിട്ട് ആ ഉത്തമമായിട്ടുള്ള ഒരാസനത്തിലിരുന്ന് പ്രാണായാമം ശീലിക്കണം. ആ പ്രാണായാമം അഭ്യസിക്കേണ്ടത് എങ്ങനെയെന്ന് ശ്രീശുഖബ്രഹ്മർഷി ഉപദേശിക്കുന്നു. പൂരക, കുംഭക, രേചക വഴി യോഗ അഭ്യസിക്കണം, യോഗാഭ്യാസം ചെയ്യണം എന്ന് ചുരുക്കം. പ്രാണവായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഉള്ളിൽ നിർത്തി കുറേ സമയം കഴിഞ്ഞ് വളരെ സാവധാനം അതിനെ പുറത്തേക്ക് വിട്ട് ആ ശ്വാസകോശത്തെ ശൂന്യമാക്കി അങ്ങനെ നിലനിർത്തി കുറേ സമയം അങ്ങനെ നിന്ന് ഉള്ള ആ ഒരു പ്രക്രിയ, അത് പ്രാണായാമം. ഒരു വിധപ്പെട്ട നമ്മളിലുള്ളവർക്ക് എല്ലാവർക്കും
ഈശ്വരഭജനത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണിത്. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരം കൊണ്ടാണ് നമ്മൾ ഈശ്വരഭജനം ചെയ്യുന്നത്. ഈശ്വരഭജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യകരമായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. അപ്പം ഈ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈശ്വരഭജനത്തിന് ശരീരത്തിനെ അതിനു വേണ്ടി പാകപ്പെടുത്തിയെടുക്കണം. അങ്ങനെ പാകപ്പെടുത്തിയെടുക്കാൻ കുറേ വയറ് നിറച്ച ആഹാരം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പോഷകാംശമുള്ള ആഹാരം കുറേ 3 നേരം 4 നേരം കഴിച്ചതുകൊണ്ടോ മാത്രമാവില്ല. കഴിക്കുന്ന ആഹാരത്തിനെ വേണ്ട രീതിയിൽ ശരീരത്തിന് ദഹിപ്പിക്കുവാനും അത് നമ്മുടെ ശിരകളിൽ ഓടുവാനും അത്യാവശ്യം ഈശ്വരസ്മരണയ്ക്ക് ഉതകുന്ന തരത്തിൽ ആ ശരീരത്തിനെ മാറ്റിയെടുക്കണം. ഇതം ശരീരം ഇത് ധർമ്മസാധനം എന്നാണ് പറയുന്നത്. ഈ ശരീരം, മനുഷ്യ ശരീരം ധർമ്മം അനുഷ്ഠിക്കുവാനുള്ളതാണ് എന്നാണ് പ്രമാണം. അഭ്യസേൻ മനസാശുദ്ധം ത്രിവിൽ ബ്രഹ്മാക്ഷരം പരം മനോയച്ഛേജിതശ്വാസോ ബ്രഹ്മബീജാവവിസ്മരൻ. ഓം എന്ന ബ്രഹ്മാക്ഷരത്തെ ജപിച്ച് ശ്വാസത്തെ ജയിച്ച് മനസ്സിനെ അടക്കണം. ബുദ്ധിയെ സാരഥിയാക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ഇന്ദ്രിയങ്ങളാണ് നമ്മളെ അതിലേക്കും ഇതിലേക്കുമൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്. പലതരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. സ്വാദിഷ്ടമായ ആഹാരം കഴിക്കണം, സുന്ദരിമാരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ കഴിയണം, അതുപോലെ തന്നെ നല്ല സംഭാഷണം കേൾക്കണം, നല്ല കാഴ്ചകൾ കാണണം. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചുകൊണ്ട് പോകും. അവയെ ആവശ്യത്തിന് മാത്രം ഉപകരിക്കുന്ന തരത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കണം. ഇന്ദ്രിയങ്ങളെ ആവശ്യമില്ലാതെ വിട്ടുകൊടുക്കരുത്. അതിന് ബുദ്ധിയെ സാരഥിയാക്കി ഉപയോഗിക്കണം. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ഇതിന് പ്രത്യാഹാരം എന്നാണ് പറയുന്നത്. കർമ്മവാസനകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഭഗവാന്റെ സ്വരൂപത്തിൽ നിലനിർത്തണം. ഇതിന് ധാരണ എന്നാണ് പറയുന്നത്. ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സംധാരേ ധിയ. ആസനത്തെ ജയിച്ചവൻ എന്ന് ജിതശ്വാസൻ എന്ന് പറഞ്ഞാൽ ആസനത്തെ ജയിച്ചവൻ എന്നുള്ളതല്ല, ആസനത്തെ സ്വായത്തമാക്കിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. ജിതശ്വാസോ എന്ന് പറഞ്ഞാൽ ശ്വാസത്തെ ജയിക്കാൻ പറ്റത്തില്ല, ശ്വാസത്തെ നിയന്ത്രിക്കാൻ പറ്റും. ശ്വാസ നിയന്ത്രണം. ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരേ ധിയ. അങ്ങനെ ആസനത്തെ ജയിച്ചവനും ശ്വാസത്തെ ജയിച്ചവനും സംഘത്തെ ജയിച്ചവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ആയിട്ട് ഭഗവാന്റെ സ്ഥൂലരൂപത്തിൽ മനസ്സിനെ ധാരണ ചെയ്യണം. ഭഗവാന്റെ സ്ഥൂലരൂപം എന്ന് പറഞ്ഞാൽ ഈ കാണായ പ്രപഞ്ചം ഭഗവാന്റെ സ്ഥൂലരൂപമാണ് എന്ന് മനസ്സിലാക്കണം. ഭഗവാനെ അന്വേഷിച്ച് വേറെ എങ്ങോട്ടും പോകണ്ട. ഭഗവാൻ ഈ പ്രപഞ്ചസ്വരൂപേണ നമ്മുടെ മുമ്പിൽ വിലസുന്നുണ്ട്, അങ്ങനെ വിളങ്ങുന്നുണ്ട്. ഭഗവാന്റെ ഈ സ്ഥൂലരൂപം വിശേഷപ്പെട്ടതും സ്ഥൂലത്തിൽ വെച്ച് ഏറ്റവും സ്ഥൂലവുമാകുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്തത്വം എന്ന 7 ആവരണങ്ങളോട് കൂടിയതും അണ്ഡകോശം എന്നറിയപ്പെടുന്നതുമായ ലോകരൂപത്തിൽ വിളങ്ങുന്ന പുരുഷന് വൈരാജൻ എന്നറിയപ്പെടുന്നു. പാതാളമേതസഹി പാദമൂലം പടന്തി പാഷ്ണിപ്രവതേരസാതലം മഹാതലം വിശ്വസിജോധഗുൽഭൈ തലാതലം വൈ പുരുഷസ്യ ജംഘേ. ഈ പ്രപഞ്ചത്തെ ഭഗവാന്റെ ശിരസ്, പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും, ഗ്രഹനക്ഷത്ര താരങ്ങൾ, ഭൂമി, ഇവയെല്ലാം ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ധാരണ ചെയ്യണം മനസ്സിൽ. അതാണ് ശ്രീ ശുകബ്രഹ്മർഷി ഉപദേശിക്കുന്നത്. ഈ കാണായ പ്രപഞ്ചത്തെ ഈശ്വരൻ്റെ അവയവങ്ങളായിട്ട് കാണണം. പുരുഷൻ്റെ പാദങ്ങളിലെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പുരുഷൻ്റെ പാദങ്ങളുടെ കീഴ്ഭാഗം പാതാളം എന്ന് പറയും. മുൻഭാഗവും പിൻഭാഗവും രസാതലം, നെരിയാണികൾ മഹാതലം, മുട്ടുകാലുകൾ തലാതലം. ദ്വേ ജാനുനീ സുതലം വിശ്വമൂർത്തേരുരുദ്വയം വിതലം ചാതലം ച
മഹീതലം തജ്ജഘനം മഹീപദേ നവസ്ഥലം നാഭിസരോ ഗൃണന്തി. ഇങ്ങനെ 2 മുട്ടുകാലുകൾ സുതലം, തുടകളുടെ മേൽഭാഗം അതലം, തുടകളുടെ കീഴ്ഭാഗം വിതലം, ജഘനം ഭൂമിതലം, അതായത് ഭൂലോകം, നാഭി ആകാശലോകം, ഉരസ്ഥലം ജ്യോതിരനീകമസ്യ ഗ്രീവാമഹർവദനം വൈജനോസ്യ തപോരരാടിം വിതുരാദിപുംസ സത്യം ദുശിഷാണി സഹസ്രശീഷ്ണ. ഭഗവാന്റെ മാറിടം നക്ഷത്രലോകമായിട്ടും കഴുത്ത് മഹർലോകമായിട്ടും മുഖം ജനർലോകമായിട്ടും നെറ്റിത്തടം തപോലോകമായിട്ടും ശിരസ്സുകൾ സത്യലോകമായിട്ടും സങ്കല്പിച്ചിരിക്കുന്നു. അതായത് ഈ 14 ലോകങ്ങൾ, ഭൂമി മുതൽ ഭൂമിക്ക് താഴെ 7 പാതാളം തുടങ്ങിയ അതലം വിതലം സുതലം തുടങ്ങി 7 അധോലോകങ്ങൾ, ഭൂമിക്ക് മുകളിൽ ഭൂമിലോകം, മഹാലോകം, മഹർലോകം, സത്യലോകം, ജനലോകം, അങ്ങനെയുള്ള 7 ലോകങ്ങൾ മുകളിലേക്കുമായിട്ട് ഈ 14 ലോകങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തെ നമ്മൾ ധാരണ ചെയ്യണം, സങ്കല്പിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ധാരണ ചെയ്ത് കഴിഞ്ഞിട്ട് ഛന്ദാംസനന്ദസ്യ ശിരോഗണന്തി ദംഷ്ട്രായമസ്നേഹ കലാദ്വിജാനി ഹാസോ ജനോന്മാദകരീചമായ ദുരന്ത സർഗോ യഥപാംഗമോക്ഷ. വേദങ്ങൾ ഭഗവാന്റെ ശിരസ് ആണ്. യമൻ ദംഷ്ട്ര, പുത്രാദി സ്നേഹലേശങ്ങൾ പല്ലുകൾ എന്ന് സങ്കല്പിച്ചിരിക്കുന്നു. പിന്നെ ഏറ്റവും മഹത്തരമായിട്ട് മറ്റൊരു കാര്യം, ജനങ്ങളെ മോഹിപ്പിക്കുന്ന മായ ഭഗവാന്റെ പുഞ്ചിരിയാണ്. ഭഗവാന്റെ കടാക്ഷത്തിൽ സൂക്ഷിക്കണം. ഭഗവാന്റെ ആ പുഞ്ചിരി, അതായത് ഭഗവാന്റെ ആ മായയുടെ വശീകരണ ശക്തി നിസ്സാരമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മായയാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഈ കെട്ടുപാടിൽ ഇട്ട് നമ്മളെ വലയ്ക്കുന്നത് മായയാണ്. അത് ഭഗവാന്റെ പുഞ്ചിരിയാണ്. ഞാൻ കാണിച്ചു തരാം എന്നുള്ള ഒരു ഭാവമാണ് ഭഗവാന്. അതായത് മനുഷ്യൻ സൃഷ്ടിയിലൂടെ പുറത്തേക്ക് മനുഷ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്വരൂപസ്മരണ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ് എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നു. എന്നാൽ ഞാൻ ഈ ശരീരമാണോ? അല്ല. ഞാനെന്ന് പറയുന്നത് ശരീരമല്ല, ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം ഭഗവാന്റെ മായയാണ്, ഭഗവാന്റെ ആ പുഞ്ചിരി മായയാണ്, മനുഷ്യരെ മോഹിപ്പിക്കുന്ന മായയാണ്. പിന്നെ ഭഗവാന്റെ അന്തമില്ലാത്ത സൃഷ്ടി, ഈ സൃഷ്ടിക്ക് ഒരു അന്തവുമില്ല. ഈ ലോകം ഇങ്ങനെ വികസിച്ച് പോവുകയാണ്. ഒരു 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന ജനസംഖ്യയല്ല ഇപ്പം, അല്ലെങ്കിൽ ഒരു 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന ജനസംഖ്യയല്ല ഇപ്പം. ജനങ്ങളിങ്ങനെ വർദ്ധിച്ച് വരികയാണ്. അതായത് ലോകം വികസിച്ച് പോവുകയാണ്. അത് ഭഗവാന്റെ കടാക്ഷം എന്നാണ് പറയുന്നത്. അതാണ് ലോക സൃഷ്ടി. ഇങ്ങനെയുള്ള ഭഗവാന്റെ ഓരോ ധർമ്മങ്ങളെയും സങ്കല്പിക്കുന്നു. പിന്നെ വിജ്ഞാനശക്തിം മഹമാനന്ദി സർവാത്മനോന്തഃകരണം ഗരിത്രം അശ്വാശ്വതര്യുഷ്ടഗജാനഹാനി സർവേ മൃഗാ പശവശ്രോണിദേശേ. എല്ലാറ്റിനും ആത്മാവായി വിളങ്ങുന്ന ഭഗവാന്റെ ചിത്തം, അതായത് വിജ്ഞാനശക്തിയെ മഹത്തത്വമായും, ഭഗവാന്റെ ചിത്തം എന്ന് പറയുന്നത് മഹത്തത്വമാണ്. ശ്രീരുദ്രൻ അന്ധഃകരണം ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷിവർഗങ്ങൾ ഭഗവാന്റെ ശില്പവിദ്യകളാണെന്നാണ് പറയുന്നത്. ബ്രഹ്മാനനം ഛത്രഭുജോ മഹാത്മാ വ്രൂഢൂരുരം ഘ്രാങ്കിസ്ഥിത കൃഷ്ണവർണ്ണ നാനാഭിധാഭിജഗതോപപന്നോ ദിവ്യാത്മക കർമ്മവിധാനയോഗ. ബ്രാഹ്മണൻ ഭഗവാന്റെ മുഖമാണെന്നും ക്ഷത്രിയൻ ഭുജം, വൈശ്യൻ തുടയും, ശൂദ്രൻ പാദവും,
വസു, രുദ്രൻ തുടങ്ങിയവർ അനേകം വിവിധ ദ്രവ്യങ്ങളോടുകൂടി നടത്തുന്ന യാഗാദി കർമ്മങ്ങളും ആണെന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. സർവധീവൃത്യനുഭൂത സർവ ആത്മായഥാ സ്വപ്നജനേക്ഷിതൈക തം സത്യമാനന്ദനിധിം ഭജേത നാന്യത്ര സജ്ജേദ്യത ആത്മപാദം. എല്ലാവരുടെയും ബുദ്ധിവൃത്തിയാൽ അനുഭവിച്ചറിയപ്പെടുന്ന സകലവും ഏകനായിട്ടുള്ള ഈശ്വരനാകുന്നു. അതായത് നാനാത്വം സ്വപ്നത്തിൽ ജീവനാൽ കൽപ്പിക്കപ്പെട്ട നഗരസമുദ്രാദികളെ പോലെ കൽപ്പിതമാകുന്നു. അതായത് ഈ കാണുന്ന ലോകം സത്യമല്ല, ഇത് നശ്വരമാണ്. ഇങ്ങനെ ഈ ലോകം എന്നൊന്ന് ഇല്ലാത്തതാണ് എന്നാണ് ഭാഗവതം സമർത്ഥിക്കുന്നത്. ലോകമില്ലാത്തതാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അതിന് സമാധാനം ഉത്തമന്മാരായിട്ടുള്ള ഭാഗവത ധർമ്മികൾ പറയുന്നത് അത് വ്യാവഹാരിക തലത്തിൽ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രപഞ്ചം. ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രപഞ്ചം ഇത് ഗന്ധർവ നഗരം പോലെ, ഗന്ധർവ നഗരം എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തോന്നും, പെട്ടെന്ന് മാഞ്ഞു പോകും. ആകാശത്തിലെ മേഘങ്ങളെ കണ്ടിട്ടില്ലേ? ഉണ്ട്, കുറച്ച് സമയം നോക്കിയാൽ ഉള്ളതുപോലെ തോന്നും, കുറച്ച് കഴിയുമ്പോൾ അത് വേറെ രൂപത്തിൽ മാറിപ്പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്രപഞ്ചം. അത് ഒന്ന് സ്വപ്ന സമാനമാണ്, സ്വപ്നം പോലെ മാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ത്രികാലങ്ങളിലും നാശമില്ലാതെ ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരനിൽ തന്നെ എപ്പോഴും മനസ്സിനെ നിലനിർത്തണം. അങ്ങനെ സ്ഥൂല രൂപത്തിൽ മനുഷ്യനെ മനസ്സിനെ ഉറപ്പിക്കുവാനായിട്ട് വേണം ധ്യാനിക്കുവാൻ. അങ്ങനെ വേണം ഭഗവാനെ ധ്യാനിക്കുവാൻ. പിന്നീട് ചിലർ ആ ഭഗവാനെ ധ്യാനിക്കുന്നതിന് ആ മനസ്സിൽ ഹൃദയാകാശത്തിൽ ഭഗവാന്റെ രൂപം ധ്യാനിക്കും. ആ ഹൃദയാകാശത്തിൽ വസിക്കുന്ന അങ്കുഷ്ടമാത്രനും താമരപ്പൂവ്, ശംഖം, ചക്ര, ഗദ, പത്മം തുടങ്ങിയ 4 തൃക്കൈകളിൽ 4 ആയുധങ്ങളോടും ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ഭഗവാനെ ധാരണ ചെയ്യണം. എന്ന് വെച്ചാൽ മനസ്സിൽ ഉറപ്പിക്കണം. പ്രസന്നവക്ത്രം നളിനായതേക്ഷണം കദംബകിഞ്ചൽ കവിശങ്കവാസസം ലസൻ മഹാരത്നഹിരൺമയാംഗദം സ്ഫുരൻ മഹാരത്നകിരീടകുണ്ടലം. പ്രസന്നമായ മുഖം, താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ നീണ്ടും മനോഹരവുമായിട്ടുള്ള കണ്ണുകളോടുകൂടിയും കദംബ പുഷ്പത്തിൻ്റെ കേസരം പോലെ മഞ്ഞ നിറമാർന്ന മഞ്ഞപ്പട്ടുടുത്ത ആ ഭഗവാൻ മഞ്ഞപ്പട്ടുടുത്ത വസ്ത്രത്തോടു കൂടിയ ഏറ്റവും ശോഭയുള്ള രത്നങ്ങൾ പതിച്ച സ്വർണം കൊണ്ടുള്ള തോൾവളകളും കൈവളകളോടും കൂടി പ്രഭയുള്ള രത്നങ്ങളുടെ കിരീടവും കുണ്ടലങ്ങളും ധരിച്ചിട്ടുള്ള ഭഗവാനെ ധാരണ ചെയ്യണം എന്നാണ് പറയുന്നത്. ഉന്നിദ്രഹിൽ പങ്കജകർണികാലയേ യോഗേശ്വരാസ്ഥാപിതപാദവല്ലഭം ശ്രീലക്ഷ്മണം കൗസ്തുവരത്നഗന്ധരം മാമ്ലാനലക്ഷ്മ്യാവനമാലയാചിതം. ആ വികസിച്ച ഹൃദയപത്മത്തിൻ്റെ മധ്യഭാഗത്ത് യോഗേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട പാദവല്ലഭം. അത് ഏത് യോഗേശ്വരനാണ് ഭഗവാന്റെ ആ ഹൃദയഭാഗത്ത് പാദവല്ലഭം സ്ഥാപിച്ചത്? ഭൃഗുമഹർഷി. ഒരിക്കൽ ഭൃഗുമഹർഷി ഭഗവാനെ കാണാനായിട്ട്, ഭഗവാനെ പരീക്ഷിക്കുവാനായിട്ട് ബ്രഹ്മാവിനെയും ശിവനെയും പരീക്ഷിച്ച് അവിടുന്ന് അവരുടെ കോപത്തിന് പാത്രമായി എടുത്തു വെച്ച് ഓടി ഭൃഗുമഹർഷി മഹാവിഷ്ണുവിനെ പരീക്ഷിക്കാനായിട്ട് വന്ന സമയത്ത് തൻ്റെ ആ വലതുകാല് മഹാവിഷ്ണുവിൻ്റെ ആ ഹൃദയഭാഗത്ത് എടുത്ത് വെച്ച് ഭഗവാനെ ചവിട്ടി. പെട്ടെന്ന് ഭഗവാൻ ഉണർന്നെഴുന്നേറ്റ്, അല്ലയോ മുനീശ്വര, അങ്ങയുടെ കാലുകൾക്ക് വല്ലതും പറ്റിയോ? കാലുകൾക്ക് എന്തെങ്കിലും താടനം കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ ഒഴിഞ്ഞു മാറി നിന്നു. അതാണ് ഭഗവാന്റെ കാരുണ്യം. അങ്ങനെയുള്ള ഭൃഗുമഹർഷിയുടെ പാദവല്ലഭം കൊണ്ട് ശോഭിതമായിട്ടുള്ള ഭഗവാന്റെ മാറിടം. പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി ദേവി ഭഗവാന്റെ വക്ഷസിലാണ് വസിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ലക്ഷ്മി ദേവി, അതായത് ആ പാലാഴി കടഞ്ഞെടുത്ത സമയത്ത് അതിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന
മഹാലക്ഷ്മി ഭഗവാനെയാണ് ഭർത്താവായിട്ട് വരിച്ചത്. അങ്ങനെ ആ ഭഗവാന്റെ മാറിടത്തിൽ അങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി ദേവിയും, അതുപോലെ തന്നെ പാലാഴി കടഞ്ഞ സമയത്ത് അതിൽ നിന്ന് കിട്ടിയ രത്നം, ആ കൗസ്തുഭരത്നം മാറിലണിഞ്ഞുകൊണ്ടും ഒരിക്കലും വാടാത്ത വനമാല അണിഞ്ഞുകൊണ്ടുമുള്ള ആ ഭഗവാനെ ധാരണ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ, മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കണം. ഇങ്ങനെ ഉള്ള ധാരണ ഉറയ്ക്കുന്നത് വരെ ഭഗവാന്റെ ആ വിരാട് സ്വരൂപത്തെ ധ്യാനിക്കണം. പിന്നീട് ചലനമില്ലാതായ ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കിയിട്ട് ഇങ്ങനെ ജീവാത്മാവിലും അതിനെ പരമാത്മാവിലും ലയിപ്പിച്ച് ആ പരമാത്മാവ് തന്നെയാണ് താനെന്ന് കാണണം. ഇതിനു മീതെ പ്രാപിക്കേണ്ടതായിട്ടുള്ള യാതൊരു സ്ഥാനവുമില്ല. ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ ഒരിക്കലും വിട്ടുപോകാത്ത തരത്തിൽ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ, ആ ഒരു പരമാനന്ദ നിർവൃതിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം സാധിക്കേണ്ടതായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ള വിചാരത്തോടു കൂടി ആ ഭഗവത് രൂപത്തിൽ തന്നെ അങ്ങനെ മനസ്സുറപ്പിച്ച് ആനന്ദമയമായിട്ട് ഇരിക്കണം. പരമ്പദം വൈഷ്ണവമാമനന്തി എന്നേതിനേതീത്വദുസുശിക്ഷവ വിസിജ്യ ദൗരാത്മ്യമനന്യ സൗഹൃദ ഹൃദോവഗുഹ്യാർഹപദം പദേ പദേ. യാതൊന്ന് ഹേതുവായിട്ട് അതല്ലാത്തതിനെ ഇതല്ല എന്ന് കണ്ടിട്ട് അങ്ങനെയുള്ള ദേഹാത്മഭാവത്തെ ഉപേക്ഷിച്ചിട്ട് അർഹമായിരിക്കുന്ന ഭഗവാന്റെ പാദത്തെ എപ്പോഴും ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ച് പരമപദത്തെ പ്രാപിക്കണം. അതായത് ഈ ശരീരമല്ല ഞാൻ, വളരെ നിസ്സാരമായിട്ട് നമുക്ക് പറയാം, ഈ ശരീരമല്ല ഞാൻ, എൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവാണ് ഈശ്വരൻ. അപ്പോൾ പ്രപഞ്ചത്തിൽ ഓരോന്നിലും നമുക്കതിനെ കാണാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആ ശക്തി, ആ അന്തർധാര, അതാണ് സാക്ഷാൽ പരബ്രഹ്മം അല്ലെങ്കിൽ പരമം ബ്രഹ്മം എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ദേഹാദിഭാവത്തിലുണ്ടായിരുന്ന ആത്മാഭിമാനത്തെ ഉപേക്ഷിക്കണം. അങ്ങനെ പരമപദത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ശരിക്കു പറഞ്ഞാൽ നിരുപാധികമായിട്ടുള്ള ആനന്ദം തന്നെയാണ് വൈഷ്ണവപദം. വിഷ്ണുസ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥ, അതാണ് വിഷ്ണുസ്വരൂപം. എപ്പോഴും ആനന്ദമയമായിട്ട്, വിഷ്ണുവും അങ്ങനെ തന്നെയാണ്, എപ്പോഴും ആനന്ദമയമായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് യാതൊരു അല്ലലുമില്ല. അതുപോലെ തന്നെ ആ വിഷ്ണുപദത്തിൽ എത്തിച്ചേരുന്നവർക്കും ആ ആത്മാനന്ദം അനുഭവപ്പെടും. ഇത് സ്വന്തം അനുഭവം കൊണ്ട് തന്നെ ഏവർക്കും മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് എന്നാണ് ശിവബ്രഹ്മർഷി ഉപദേശിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് സദ്യോമുക്തി, ക്രമമുക്തി എന്ന് രണ്ട് വിധത്തിലൂടെ ആ ശരീരത്തിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ സദ്യോമുക്തിയിലൂടെ ആ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ, അതായത് മൂലാധാരത്തിൽ നിന്ന് അങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് അവസാനം ബ്രഹ്മരന്ധ്രം ഭേദിച്ച് പുറത്തു പോകുന്ന അവസ്ഥ, അതിന് സദ്യോമുക്തി എന്ന് പറയും. പിന്നെ ക്രമമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആത്മാനന്ദം അനുഭവിക്കുന്ന ആ ഒരവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് ഓരോരോ ലോകങ്ങളിൽ, തൻ്റെ ഉള്ളിലും പുറത്തുമുള്ള ഓരോ ലോകങ്ങളിൽ സഞ്ചരിക്കുവാനായിട്ട് ഈ മുനിക്ക് സാധിക്കും. അങ്ങനെ ഓരോരോ ലോകങ്ങളിൽ പോയി അവിടുത്തെ ഭോഗസുഖങ്ങളെല്ലാം അനുഭവിച്ച് വളരെ കാലം അവിടെ കഴിഞ്ഞ് അവസാനം, അതായത് ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിൻ്റെ കൽപ്പം കഴിയുന്നത് വരെ ആ ബ്രഹ്മലോകത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാം. ബ്രഹ്മാവിൻ്റെ കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ കാലം കഴിഞ്ഞിട്ട് അപ്പോൾ ആ ആദിശേഷൻ്റെ മുഖത്ത് നിന്ന് വപിക്കുന്ന ആ അഗ്നിയുടെ ചൂടുകൊണ്ട് ലോകം മുഴുവൻ ഉരുകി തവിച്ച് അവസാനം എല്ലാം ഭഗവാനിൽ ലയിക്കുന്ന ഒരവസ്ഥ, അതായത് ബ്രഹ്മാവിൻ്റെ കാലം കഴിയുന്ന ദ്വിപരാർത്ഥം,
ആ ദ്വിവരാർത്ഥം എന്ന് പറയുന്നതാണ് ബ്രഹ്മാവിൻ്റെ കാലം. കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ മാത്രമാണ്. അപ്പം കൽപ്പകാലത്ത് ഉള്ള ആ സുഖങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം ആ ദ്വിവരാർത്ഥകാലം, അതായത് ബ്രഹ്മാവിൻ്റെ കാലത്ത് ഉള്ള ആ സുഖങ്ങളും അനുഭവിച്ച് അവസാനം ആ ജീവൻ, അതായത് അത് ഭൂമി സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുന്നു. പൃഥ്വി രൂപത്തെ പ്രാപിച്ചിട്ട് അത് കഴിഞ്ഞ് അതിനുശേഷം ഭയരഹിതനായിട്ട് ആ രൂപത്തോടു കൂടി ജലാത്മകതയെ പ്രാപിക്കുന്നു. അതായത് ഭൂമി കഴിഞ്ഞാൽ ജലം, ആ ജലാത്മകതയിൽ നിന്ന് അതിനുശേഷം വായുസ്വരൂപനായിട്ടും അതിനുശേഷം ആകാശാത്മതയെയും പ്രാപിച്ച് അതിനുശേഷം ഘ്രാണേന്ദ്രിയത്തിൽ കൂടി ഗന്ധത്തെയും രസനേന്ദ്രിയത്തിൽ കൂടി രസത്തെയും നേത്രേന്ദ്രിയത്തിൽ കൂടി രൂപത്തെയും ത്വകീന്ദ്രിയത്തിൽ കൂടി സ്പർശത്തെയും ശ്രോത്രേന്ദ്രിയത്തിൽ കൂടി ശബ്ദത്തെയും അതിക്രമിച്ചിട്ട് അതാത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ പ്രവൃത്തിയെ നിർവഹിക്കുന്നു. പിന്നീട് ഇത് ആകാശതത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞ് അഹങ്കാരത്തെ പ്രാപിക്കുന്നു. അഹങ്കാരത്തെ പ്രാപിച്ച് അതോടുകൂടിയുള്ള ഗതി കൊണ്ട് ഗുണങ്ങളുടെ ലയസ്ഥാനമായിരിക്കുന്ന വിജ്ഞാനതത്വത്തെ, അതായത് മഹത്തത്വത്തെ പ്രാപിക്കുകയും അവിടെ നിന്ന് ആ ഭഗവത് സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതിന് ക്രമമുക്തി എന്നാണ് പറയുന്നതാണ്. സദ്യോമുക്തി, ക്രമമുക്തി എന്ന ഈ രണ്ട് മാർഗങ്ങളെയാണ് ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇതിനുശേഷം ശ്രീ ശുകബ്രഹ്മർഷി ഭാഗവതത്തിൻ്റെ ഉപക്രമമായിട്ട് ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തു. ആദ്യം വളരെ ചുരുക്കി ഭഗവാന്റെ ഇപ്പം എങ്ങനെയാണ് ഭഗവത് പ്രാർത്ഥന ചെയ്യേണ്ടത്, ഭഗവാനെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്, ഭഗവാനെ ധാരണ ചെയ്ത് എങ്ങനെയാണ് ആ ജീവനെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതും ഒടുവിൽ ഭഗവത് പ്രാപ്തിയിൽ എത്തിച്ചേരേണ്ടതും എങ്ങനെയാണെന്ന് ചുരുക്കി ആദ്യം പറഞ്ഞു കൊടുത്തു. ഇത് ചുരുക്കി പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ ഒരു താല്പര്യം ജനിക്കുവാൻ വേണ്ടിയിട്ടാണ് ചുരുക്കി പറയുന്നത്. അപ്പം ഇത്രയൊക്കെ മതി എന്നുള്ളവർക്ക് അവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ശ്രീശുകന് ഇനി കൂടുതലൊന്നും പറഞ്ഞ് ഈ കേൾക്കുന്ന വക്താവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, ആ ശ്രോതാവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് അവിടം കൊണ്ട് നിർത്താം. പക്ഷേ പരീക്ഷിത് മഹാരാജാവ് അതിന് തയ്യാറല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്കളി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പരീക്ഷിത് മഹാരാജാവ് ആ ഭഗവാന്റെ ലീലകളാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ ലീലകളാണ് ആ പരീക്ഷിത് മഹാരാജാവ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അതാണ് നടത്തിയിരുന്നത്. അല്ലാതെ മറ്റ് കളികളിലൊന്നും താല്പര്യം കാണിച്ചിരുന്നില്ല. അങ്ങനെയുള്ള പരീക്ഷിത് മഹാരാജാവിന് ആ ഭഗവാന്റെ കഥകൾ വിശദമായിട്ട് കേൾക്കുവാനുള്ള ഔത്സുക്യം പ്രകടിപ്പിച്ചപ്പോൾ ശ്രീ ശുകബ്രഹ്മർഷി അതിന് തയ്യാറായിക്കൊണ്ട് ആദ്യം പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആദ്യം ഒരു മംഗളാചരണം വിശദമായിട്ട് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ദ്വിതീയ സ്കന്ധത്തിൽ ഭഗവാൻ ആ ശ്രീ ശുകബ്രഹ്മർഷി ഭാഗവതത്തെ വളരെ ചുരുക്കി അതിൻ്റെ തത്വങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുകയാണ്. അതിനാദ്യം അതിൻ്റെ മംഗളാചരണം നടത്തുകയാണ്, ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. നമഃപരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീത ശക്തിത്രതയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യവർമ്മനെ. ശ്രീ ശുകമുനി സർവേന്ദ്രിയങ്ങളെയും അതാത് വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ഹരിയെ സ്മരിച്ചുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. ആദ്യം ഇഷ്ടദേവതാ ഗുരു നമസ്കാരാദി രൂപമായ മംഗളത്തെ ആചരിക്കുന്നു. ലോകത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾക്ക് വേണ്ടി പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വര സ്വരൂപത്തിൽ മൂർത്തിത്രയത്തെ സ്വീകരിച്ചുകൊണ്ട് സർവപ്രാണികളുടെയും അന്തർഭാഗത്തിൽ അന്തര്യാമി രൂപേണ വസിക്കുന്നതുകൊണ്ട് ആരാലും അറിയപ്പെടുവാൻ സാധിക്കാതെ
കഴിയുന്ന മാർഗത്തോടുകൂടിയുള്ള അപരിച്ഛിന്നനായ മഹിമാവിന്, അതായത് പരമപുരുഷന് നമസ്കാരം എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമഃപരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാ വിഹീത ശക്തിത്രിതയായ ദേഹിനാം അന്തർഭാവായാനുപലക്ഷ്യവർമ്മനെ. ശ്രീശുക സാരസ്വതം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ആ ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ പാരായണം ചെയ്തു പോകുന്നത്. നമ്മൾ പറയാറില്ലേ, ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒരില പോലും ഈ ലോകത്ത് അനങ്ങാറില്ല എന്ന് പറയാറില്ലേ. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്, ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഭഗവാനെ പറ്റി ഒത്തിരി പറയുന്നുണ്ടല്ലോ, ഒന്ന് കാണിച്ചു തരാമോ ഭഗവാനെ? അപ്പോൾ അതിന് മറുപടി നമുക്ക് പറയാൻ പറ്റും, ഭഗവാൻ എവിടെയാണ് ഇരിക്കാത്തത്, ഭഗവാൻ എവിടെയാണ് ഇല്ലാത്തത്. പ്രപഞ്ചരൂപേണ പ്രതിഭാസിക്കുന്നത് ആ ഈശ്വരൻ തന്നെയല്ലേ. ആ സൂര്യനെ നിങ്ങൾ നിത്യവും കാണുന്നില്ലേ? ആ സൂര്യപ്രകാശത്തിലല്ലേ നമുക്ക് വേണ്ടുന്നതെല്ലാം ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നത്, നമ്മളെ പോഷിപ്പിക്കുന്നത് ആ കാണപ്പെട്ട വിഷ്ണു സ്വരൂപനായിട്ടുള്ള സൂര്യഭഗവാൻ തന്നെയല്ലേ. പിന്നെ വേറെ എങ്ങോട്ട് നോക്കി പോകേണ്ട കാര്യമുണ്ടോ? നമുക്ക് വേണ്ടുന്നതെല്ലാം ആ അമ്മയായ മാതാവായിട്ടുള്ള ഈ ഭൂമിദേവിയല്ലേ നമുക്ക് തരുന്നത്. അപ്പം ഭൂമിദേവി നമുക്ക് അമ്മയല്ലേ, ആ സൂര്യൻ നമ്മുടെ ഭഗവാനല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? അങ്ങനെ ധാരണ ചെയ്തുകൂടെ? എന്താണ് സർവ്വസംശയം? സർവപ്രാണികളുടെയും അന്തരംഗത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് ആ പരബ്രഹ്മമല്ലാതെ മറ്റെന്താണ്? സൃഷ്ടിയും പരിപാലനവും എല്ലാം ലയിപ്പിക്കലും അവിടുത്തെ ലീലയാണ്. അപാര മഹിമയോടുകൂടിയ ആ പരമ്പൊരുളിന്, ആ മഹാപുരുഷനെ ശ്രീ ശുകബ്രഹ്മർഷി നമസ്കരിക്കുകയാണ്. അതായത് ആ ശ്രീ ഗുരുവായൂരപ്പൻ ആ വെളിച്ചം കാണുന്നിടത്താണോ ഇരിക്കുന്നത് എന്നൊരിക്കൽ ഒരു മഹാത്മാവ് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഇരുന്ന് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത് ആ ശ്രീ ഗുരുവായൂരപ്പനല്ലാതെ മറ്റാരാണ്? അതെന്താണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അതുപോലെയുള്ള ആ ഭഗവാന്റെ മഹത്വം വിവരണാതീതമാണ്, അത് വാക്കുകൾക്കപ്പുറമാണ്. അത്രമാത്രം. ഭൂയോ നമസ്സവ്രജനച്ചിതേന സദാ അസംഭവായാഖില സത്വമൂർത്തയെ പുംസാം പുനഃപാരമഹംസ്യാശ്രമേ വ്യവസ്ഥിതാനാമനുമൃഗ്യദാശുഷേ. സജ്ജനങ്ങളുടെ പാപങ്ങളെ സംഹരിപ്പിക്കുവാനും ദുർജനങ്ങളുടെ നാശത്തിനായിക്കൊണ്ട് അഖില സത്വമൂർത്തിയായും അതാത് ഫലത്തെ നൽകുകയും പരമഹംസന്മാരായവർക്ക് അവരുടെ അന്വേഷണ ഫലത്തെ കൊടുക്കുന്നവനുമായ അവിടുത്തേക്ക് നമസ്കാരം. ഭഗവാന്റെ അവതാരോദ്ദേശം തന്നെ ധർമ്മസംസ്ഥാപനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള അവരവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരവരുടെ അർഹതയനുസരിച്ചുള്ള ഫലത്തെയാണ് ഭഗവാൻ നൽകുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു. നമോ നമസ്തേ ഋഷഭായ സാത്വതാം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്ത സാമ്യാതിശയേന രാധസാ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. ഭക്തന്മാർക്ക് ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനും ഭക്തിയില്ലാത്തവർക്ക് എത്ര ശ്രമിച്ചാലും അറിയാൻ കഴിയാത്ത അകലത്തിൽ ഇരിക്കുന്നവനും താരതമ്യം ചെയ്യുവാൻ സാധിക്കാത്ത തരത്തിൽ അതിയായ മഹത്വത്തോടു കൂടിയ സ്വയം ആനന്ദസ്വരൂപനായി വിളങ്ങുന്ന അവിടുത്തേക്ക് എൻ്റെ നമസ്കാരം. ശ്രീ ശുകബ്രഹ്മർഷി. ഭക്തപ്രിയനായ പ്രഹ്ലാദന് ഭഗവാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നാരദ മഹർഷിയിലൂടെ ആത്മജ്ഞാനത്തെ ഭഗവാൻ പ്രദാനം ചെയ്തു. എന്നാൽ ഉത്തമനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടായിട്ടും ഭഗവാനെ അറിയുവാനോ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കുവാനോ അച്ഛനായ ഹിരണ്യകശിപുവിന് സാധിച്ചില്ല. ആ പ്രഹ്ലാദൻ്റെ വിഷ്ണുഭക്തി കണ്ട് സഹികെട്ട് ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എവിടെ നിൻ്റെ വിഷ്ണു? ഈ തൂണിലുണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞ തൂണിൽ മുഷ്ടിയുരുട്ടി ഇടിച്ചപ്പോൾ ഭഗവാൻ അപ്രതീക്ഷിതമായി അതിശയകരമായ രൂപത്തിൽ, അതിശയകരമായ ഭാവത്തിൽ ലോകം കുലുങ്ങുമാറ്, ലോകം നടുങ്ങുമാറ് ആ നരസിംഹമൂർത്തിയായിട്ട് അവിടെ അവതാരം ചെയ്ത് അപാര മഹിമയോടുകൂടി പ്രഹ്ലാദനെ അവിടെ അവതാരം ചെയ്ത് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. ആ ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുകയും ചെയ്തു.
അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ഭഗവാനെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ഭഗവാനെ ദേഷിക്കുന്നവരെ ഭഗവാൻ നിഗ്രഹിക്കുകയും ചെയ്തു. അത് ഭഗവാന്റെ അനുഗ്രഹ നിഗ്രഹ ലീലയിൽപ്പെട്ടതാണ്. യൽ കീർത്തനം യൽ സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധിനോതി കൽമഷം തസ്മൈ സുഭദ്രസ്രവസേ നമോ നമ. യാതൊരുവിൻ്റെ കഥകളെ കീർത്തിക്കുകയും യാതൊരുവൻ്റെ സ്വരൂപത്തെ സ്മരിക്കുകയും യാതൊരുവൻ്റെ മൂർത്തി സ്വരൂപത്തെ കാണുകയും യാതൊരുവനെ വന്ദിക്കുകയും യാതൊരുവൻ്റെ ചരിതം കേൾക്കുകയും യാതൊരുവനെ പൂജിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ലോകരുടെ പാപങ്ങളെ എത്രയും വേഗത്തിൽ നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ആ മംഗളസ്വരൂപനായ കീർത്തിമാനായ ഭഗവാന് നമസ്കാരം. ഒരു മൃഗമായിരുന്നിട്ട് കൂടി ആ ഗജേന്ദ്രൻ മുതലയുടെ പിടിയിൽപ്പെട്ട് വല്ലാതെ വലഞ്ഞ സമയത്ത് ഭഗവാനെ ഒന്ന് സ്മരിച്ചു. അതുകൊണ്ട് ഭഗവാന്റെ കീർത്തനം, ആ പൂർവ്വജന്മസ്മരണ കൊണ്ട് ഭഗവാനെ കീർത്തനം ചെയ്യുവാൻ സാധിച്ചു. അങ്ങനെ മുതലയുടെ പിടിയിൽ നിന്ന് ഭഗവാൻ അവിടെ ആവിർഭവിച്ച് ആ ഗജേന്ദ്രനെ മോചിപ്പിച്ചു. നമുക്കറിയാം, ശ്രീ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ഒരു മാത്രയിലെ ദർശനത്തിന് ജനസഹസ്രങ്ങൾ അവിടെ എത്തിച്ചേരുന്നത്. ആ ഒരു നിമിഷമാത്രത്തെ ദർശനം കൊണ്ട് അവരെല്ലാം സായുജ്യരായി തീർന്നുകൊണ്ട് അവരുടെ പുണ്യഭാവ ചുമടുകളെല്ലാം ആ ഭഗവത് സന്നിധിയിൽ ഇറക്കി വയ്ക്കുന്നു. ഭഗവാന്റെ ഒരു ദർശനം മാത്രം മതി നമ്മുടെ സർവ്വപാപങ്ങളെയും പരിഹരിക്കുവാനായിട്ട്. ഈ ഭഗവത് പ്രാപ്തി കൈവരിച്ച ധ്രുവൻ്റെ വംശജരായിരുന്ന പ്രചേതസ്സുക്കൾ രുദ്രഭഗവാന്റെ ഉപദേശമനുസരിച്ച് അനേകായിരം വർഷം തപസ്സനുഷ്ഠിച്ചു. അതും സമുദ്രത്തിൽ മുങ്ങിക്കിടന്നാണ് തപസ്സനുഷ്ഠിച്ചത്. അങ്ങനെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി മഹാവിഷ്ണു സന്തുഷ്ടനായിട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രചേതസ്സുകൾ പറഞ്ഞതെന്നാണെന്നോ, ഭഗവാനെ അവിടുത്തെ ദർശനം തന്നെ ദുർലഭം, അതിമഹത്തരവുമെന്നിരിക്കെ ഇനി എന്തിനാണ് അതിനുമേലെ ഞങ്ങൾക്കൊരു വരം? പാരിജാത വൃക്ഷത്തിൻ്റെ രസം ആസ്വദിച്ച വണ്ട് മറ്റ് വൃക്ഷങ്ങളുടെ രസം അന്വേഷിച്ച് പോകുമോ ഭഗവാനെ? അങ്ങയുടെ അങ്ങയെപ്പോലുള്ള ഒരു ഭഗവാന്റെ ആ മഹത്തായ രൂപം കണ്ട് അത് ഞങ്ങളുടെ ഉള്ളിലങ്ങനെ ആ മകരന്ദരസം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി മറ്റെന്ത് സാധിക്കാനാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ? അതുപോലെ തന്നെയാണ് മാർക്കണ്ഡേയ മഹർഷിക്ക് അനുഗ്രഹം കൊടുക്കുവാനായിട്ട് നരനാരായണ മഹർഷിമാർ അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണം ഉണ്ണി എന്ന് ചോദിച്ചപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞത്, ഭഗവാനെ അങ്ങയിലെന്നും അഗൈതവമായ ഭക്തി, അതൊന്നു മാത്രം മതി ഞങ്ങൾക്ക്, മറ്റൊന്നും വേണ്ട എന്നാണ് മാർക്കണ്ഡേയ മഹർഷി ഭഗവാനോട് ആവശ്യപ്പെട്ടവർ. അതുപോലെ തപസ്, ദാനം, യശസ്, യോഗം, പാണ്ഡിത്യം എന്നിങ്ങനെ പലവിധ കഴിവുകളുള്ളവർ അവരുടെ കഴിവുകളെ ഭഗവത്പരമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ കഴിവുകളെല്ലാം നിഷ്ഫലങ്ങളാണ്. അങ്ങനെയുള്ളവരെ അംഗീകരിക്കാത്ത ആ ഭഗവാന് എൻ്റെ നമസ്കാരം എന്നാണ് ശ്രീ ശുഖബ്രഹ്മർഷി. ഭഗവാനല്ലേ പറഞ്ഞത്, ഒരിക്കൽ ശ്രീ ഗുരുവായൂരപ്പനല്ലേ പറഞ്ഞത്, ആ ഭട്ടതിരിപ്പാടിൻ്റെ സംസ്കൃത പാണ്ഡിത്യത്തെക്കാൾ ഞാൻ വിലമതിക്കുന്നത് പൂന്താനത്തിൻ്റെ ഭക്തിയെയാണെന്ന്. അതുപോലെ തന്നെ ആ ഗോക്കളെ പരിപാലിച്ച് നടന്നിരുന്ന ഇടയന്മാരുടെ തോഴനായിട്ടല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ ലീലകളാടിയിരുന്നത്. ആ വൃജത്തിലെ ഇടയപ്പെൺകിടാങ്ങളുടെ പാദരേണുക്കളെ മറ്റെന്തിനേക്കാളും ഞാൻ വിലമതിക്കുന്നു എന്ന് ഭഗവാന്റെ ശിഷ്യനും ഭഗവാന്റെ ഉത്തമ ഭക്തനും ബൃഹസ്പതി ശിഷ്യനുമായിട്ടുള്ള ഉദ്ധവൻ പ്രസ്താവിക്കുകയുണ്ടായല്ലോ. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഭഗവാൻ അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോടാണ് ഭഗവാൻ എപ്പോഴും സ്നേഹം. ശ്രീകൃഷ്ണ ഭഗവാൻ ഹസ്തിനാപുരിയിൽ എത്തിക്കൊണ്ടിരുന്ന കാലത്ത് ദുര്യോധനൻ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കിക്കൊണ്ട് ഭഗവാനെ ക്ഷണിക്കും, സദ്യ ഉണ്ണാനായിട്ട്, ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ. പക്ഷേ ഭഗവാൻ പിന്നീടാവാം ദുര്യോധന എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വിതുരൻ്റെ ആ സാധാരണ ഗൃഹത്തിലേക്ക് പോകും. ആ ശൂദ്രസ്ത്രീയിൽ ജന്മം കൊണ്ട വിതുരൻ്റെ ആ സാധാരണ ഗൃഹത്തിലെ വിതുരൻ്റെയും വിതുരപത്നിയുടെയും ആതിഥ്യം സ്വീകരിക്കുവാനായിരുന്നു ഭഗവാൻ ഇഷ്ടം. അങ്ങനെ ഭഗവാൻ തന്നെ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാരോട് കാണിക്കുന്ന താല്പര്യം അതാണ്. കിരാതഹൂണാന്ത്രപുളിന്ദപുൽക്കസ ആഭീരഗംഗായവന ഖസാദയ
യേന്യേ ച പാപായതുപാശ്രയാശ്രയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. ഈ മൃഗങ്ങളെ വേട്ടയാടുന്നവർ, ദ്വീപുകളിൽ വസിക്കുന്ന വെളുത്ത നിറമുള്ളവർ, താണജാതിക്കാർ തുടങ്ങിയവർ, അതുപോലെ കഴിവിൻ്റെ മാംസം തിന്നുന്നവർ, യമനന്മാർ, ആയുധത്തിന് മൂർച്ച കൂട്ടുന്നവർ, അന്യരായ അതുപോലുള്ള പാപികൾ, ഉള്ളവർ ഭഗവാനെ ആശ്രയിച്ചവരെ ആശ്രയിച്ചു. അങ്ങനെ ഭഗവത് ഭക്തന്മാരായിട്ട് തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ശുദ്ധിയെ പ്രാപിക്കുന്നു. ശബരി എന്ന കാട്ടാള സ്ത്രീ മാതംഗ മഹർഷിയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നതാണ്. ആ മാതംഗ മഹർഷിയുടെ ആശ്രയിച്ചതുകൊണ്ടാവാം ശ്രീരാമലക്ഷ്മണന്മാരുടെ ആ വനവാസകാലത്ത് ഈ ശബരിക്ക് ആ ഭഗവാന്മാരുടെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ആ ദർശനം കിട്ടി. അങ്ങനെ അനുഗ്രഹീതയാകുവാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം സിദ്ധിച്ചു. അതായത് ഭഗവാനെ ആശ്രയിച്ച ഭഗവത് ഭക്തന്മാരെ ആശ്രയിച്ചാൽ തന്നെ മുക്തി കിട്ടുമെന്നിരിക്കെ ഭഗവാനെ നേരിട്ട് ആശ്രയിച്ചാലുള്ള ഫലം എന്താണ്? അതുപോലെ തന്നെയല്ലേ ദുന്ദുകാരി എന്ന മഹാദുഷ്ടൻ പാപിയായിരുന്നിട്ടും മഹാപ്രേതമായിട്ട് അലഞ്ഞ് ഗതി കിട്ടാതെ ഇരുന്ന സമയത്ത് ആ ഗോകർണൻ എന്ന ഭഗവത് ഭക്തൻ്റെ അനുഗ്രഹം കൊണ്ട് ആശ്രയിച്ച് ഭാഗവത സപ്താഹം ശ്രവിച്ച് ഭഗവത് പാർഷദനായി ഭവിച്ചു ആ ദുന്ദുകാരി. അതുപോലെ തന്നെയല്ലേ നമുക്ക് ആ വാൽമീകി മഹർഷിയുടെ കഥയും. ഒരു കാട്ടാളനായി മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചുപറിച്ച് ഉപജീവനം കഴിച്ചിരുന്ന ആ കാട്ടാളൻ ഒരിക്കൽ കുറേ മഹാത്മാക്കളുടെ ഉപദേശം കേട്ട് ആ ഭഗവാനെ ഭജിക്കുവാനിടയായി. അങ്ങനെ വാൽമീകി മഹർഷിയായി താപസനായി ഇതാ മഹത്തായ രാമായണമെന്ന ആദികാവ്യം രചിക്കുവാൻ ഇടയായി. അതാണ് ആ ഭഗവാനെ ഭജിച്ച ഭക്തന്മാരുടെ ഉപദേശം കേട്ട് അവർ പോലും ഇതാ ഭഗവത് ഭക്തന്മാരായിട്ട് ആ യോഗീശ്വരന്മാരായിട്ട് തീരുന്ന അവസ്ഥ. ശ്രിയപ്പതിര്യജ്ഞപതി പ്രജാപതി ധിയാമ്പതിർലോകപതിർധരാപതി പതിർഗതിശ്ചാന്തകവൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. അങ്ങനെ സർവയജ്ഞപതിയായിട്ടുള്ള ആ ഭഗവാൻ ലോകപാലകനും ഭൂമിയെ രക്ഷിക്കുന്നവനും അന്ധകന്മാർ വിഷ്ണുകൾ തുടങ്ങിയ ഭക്തന്മാരുടെ പ്രഭുവും പ്രാപ്യസ്ഥാനവും സത്തുക്കളുടെ രക്ഷകനുമായിട്ടുള്ള ആ ഭഗവാൻ പ്രസാദിക്കണം. എല്ലാത്തിനും ആധാരഭൂതനായ ഭഗവാനെ ശ്രീശുകമുനി വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. യദംഘ്രനുധ്യാനസമാധിധൗതയാധിയാനുപശ്യന്തി ഹി തത്വമാത്മന വദന്തി ചെയ്തൽ കവയോ യഥാരുജം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. യാതൊരുവൻ്റെ പാദധ്യാനമാകുന്ന സമാധിയുടെ അഭ്യാസത്താൽ നിർമ്മലമായ ബുദ്ധി കൊണ്ട് ആത്മതത്വത്തെ അറിയുന്നുവോ അതിനെ അറിഞ്ഞവർ അവരുടെ രുചിക്കനുസരിച്ച് അവയെ വർണ്ണിക്കുന്നു. ജ്ഞാനപരിപൂർണനായ ആ മുകുന്ദൻ എന്നിൽ പ്രസാദിക്കണം. വ്യാസനും നാരദനും അതുപോലെ കപിലമുനിയും ഒക്കെ അവർ അനുഭവിച്ച ആ ഭഗവത് തത്വത്തെ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു എന്നാണ് പറയുന്നത്. ഭൂതേർമഹദ്ഭീര്യ ഇമാ പുരോ വിഭുർനിർമായശേദേയതുമോഷു പൂരുഷ പുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലങ്കൃഷീഷു ഭഗവാൻ വജാംസമേ. മഹത്തുക്കളായ ഭൂതങ്ങളിൽ വ്യാപകനായ യാതൊരുവൻ ശരീരങ്ങളെ പുരങ്ങളെ എന്ന് പറഞ്ഞാൽ ശരീരങ്ങളെ നിർമ്മിച്ചിട്ട് പുരുഷൻ രൂപത്തിൽ അവയിൽ ശയിക്കുന്നു. അതായത് ഓരോ ജീവൻ്റെയും ഓരോ ജന്തുക്കളുടെയും ഓരോ ഭൂതങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ശയിക്കുന്നത് എന്ന് സാരം. ഇവയിൽ 16 തത്വങ്ങളുടെ ആത്മസ്വരൂപനായിട്ട് എന്താണ് 16 തത്വങ്ങൾ? പഞ്ചഭൂതങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അതുപോലെ പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ഇങ്ങനെ 16 തത്വങ്ങളിലൂടെ ഭഗവാൻ പൂജിക്കുകയാണ്. അവയുടെ ആ ഗുണങ്ങളെ പൂജിക്കുകയാണ് ഭഗവാൻ ഈ ശരീരങ്ങളിലെല്ലാം ഇരുന്നു കൊണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ
എന്നിൽ പ്രസാദിക്കണം. നമസ്തസ്മൈ ഭഗവതേ വ്യാസായ തേജസേ പ്രഭുർം ജ്ഞാനമയം സൗമ്യ യന്മുഖാം ഭുരുഹാസവം. ജ്ഞാനപ്രദനും പിതാവുമായ വ്യാസനെ നമസ്കരിക്കുന്നു. ഈ ശ്ലോകങ്ങൾ, അതായത് ശ്രീശുക സാരസർവസ്വം എന്നറിയപ്പെടുന്ന ഈ ശ്ലോകങ്ങൾ ഭാഗവതത്തിൻ്റെ ബീജം തന്നെയാണ് എന്ന് പറയാം. തുടർന്ന് ശ്രീമദ് ഭാഗവതത്തെ വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൽ അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതിൻ്റെ ആ ബീജമാണ് ഈ ശ്രീശുക ബ്രഹ്മർഷി ഈ ഭഗവത് പ്രാർത്ഥനയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി ഇതാ തൻ്റെ പിതാവായ, തനിക്ക് ഭാഗവതം ഉപദേശിച്ചു തന്ന തൻ്റെ പിതാവായിട്ടുള്ള വ്യാസനെ നമസ്കരിക്കുകയാണ്. നമസ്തസ്മൈ ഭഗവതേ വ്യാസായ തേജസേ പ്രഭുർജ്ഞാനമയം സൗമ്യ യന്മുഖാം ഭുരുഹാസവം. ഏതദേവാത്മഭൂരാജൻ നാരദായ വിവൃച്ഛതേ വേദഗർഭോഭ്യതാൽ സാക്ഷാ അഭ്യതാഹരിരാത്മനാം. അല്ലയോ പരീക്ഷിത് മഹാരാജൻ, അങ്ങന്ന് എന്നോട് ചോദിച്ചതായിട്ടുള്ള സംഗതി പണ്ട് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിച്ചു. വേദത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ ശ്രീ വാസുദേവൻ കൽപ്പാതിയിൽ തനിക്ക് ഉപദേശിച്ചതായ സംഗതിയെ പുത്രനായ നാരദനോട് പറഞ്ഞു. അപ്പം ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ച ആ ഭഗവത് തത്വം, അതായത് ഭാഗവതം, ബ്രഹ്മദേവൻ തൻ്റെ പുത്രനായിട്ടുള്ള നാരദൻ്റെ ചോദ്യങ്ങൾക്കുത്തരമായിട്ട് നാരദ ഋഷിക്ക് ഉപദേശിച്ചു. ആ നാരദ ഋഷി തൻ്റെ ശിഷ്യനായ വ്യാസന് ആ ഭാഗവതത്വം ഉപദേശിച്ചു കൊടുത്തു. ആ സംഗതിയെ വ്യാസൻ പുത്രനായിട്ടുള്ള നാരദനോട് പറഞ്ഞു. ഇങ്ങനെ ഗുരുനാഥനായ ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ കഥകളും തത്വങ്ങളും വേണ്ട വിധത്തിൽ പ്രതിപാദിക്കുവാൻ തക്ക ശേഷി ഉണ്ടാക്കി തരുവാൻ മംഗളകരമായ കീർത്തിയോടുകൂടി പരമ്പൊരുളിനോട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വിതുരമൈത്രേയ സംവാദത്തിലൂടെ നിർഗുണബ്രഹ്മത്തിൽ നിന്ന് സഗുണബ്രഹ്മവും ഉണ്ടാകുന്നതും ഇനി വരാൻ പോകുന്നത് ക്രമത്തിൽ വിരാട് സ്വരൂപൻ്റെ ഉൽപ്പത്തിയും ബ്രഹ്മോൽപ്പത്തിയും മറ്റ് അനേകം സൃഷ്ടിക്രമങ്ങളും നമുക്ക് തുടർന്ന് ഉള്ള ഭാഗങ്ങളിൽ കേൾക്കാവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും സമയം ഈ തത്വജ്ഞ ഭഗവാൻ ശ്രീശുക സാരസ്വത ആകുന്ന ആ അമൃതവർഷിണി ആകാവുന്ന തരത്തിൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പറയുവാൻ സാധിച്ചതിന് ശ്രീകൃഷ്ണസ്വരൂപിയായ ഭഗവാന് അനന്തകോടി നമസ്കാരം. യശസ്വിയായിട്ടുള്ള ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ തിരുമേനിക്കും ഗണപതി ഭഗവാനും വീണ്ടും വീണ്ടും നമസ്കാരം. ഭഗവാന്റെ ചരിതങ്ങൾ ഇത്രയും ശ്രദ്ധയോട് ശ്രവിച്ചിരുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ആശസ്സുകൾക്കായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം തത്സത്.